കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെ ഭാഗമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വിതരണത്തിന്റെ മൂന്നാം ഘട്ടം നടന്നു. മേയർ ആര്യ രാജേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മൂന്നാം ഘട്ടത്തിൽ 22 വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ ഇലക്ട്രിക് ഓട്ടോകൾ വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. കാർബൺ ന്യൂട്രൽ അനന്തപുരി പദ്ധതിയിലൂടെ 100 ഓട്ടോറിക്ഷകൾ സൗജന്യമായി വിതരണം ചെയ്യും. ഇതിന്റെ മൂന്നാം ഘട്ടമാണ് നഗരസഭയിൽ നടന്നത്. മൂന്നാം ഘട്ടത്തിൽ 35 ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. എന്നാൽ 22 ഉപഭോക്താക്കളാണ് നഗരസഭയിൽ അപേക്ഷയുമായി എത്തിയത്. ഗുണഭോക്താക്കൾക്ക് മേയർ ആര്യ രാജേന്ദ്രൻ താക്കോൽ കൈമാറി. നമ്മുടെ രാജ്യത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് എനർജി എഫിഷ്യൻസി എന്ന് പറയുന്ന മേഖലയിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ സാധിച്ചത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെ ഭാഗമായി നഗരത്തിലെ 516 സർക്കാർ കെട്ടിടങ്ങൾ, 500 PMY ഭവനങ്ങൾ, 180 അങ്കണവാടികൾ എന്നിവിടങ്ങളിൽ സോളാർ റൂഫിംഗ്, നഗരപരിധിയിൽ കൂടുതൽ ഇലക്ട്രിക് ബസ് എന്നീ പദ്ധതികളും ഉടൻ നടപ്പിലാക്കും. 800 മെഗാവാട്ട് സോളാർ വൈദ്യുത പ്ലാന്റുകൾ സ്ഥാപിക്കാനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 24 തിരുവനന്തപുരം.